7:30 ഒരു നീണ്ട ക്രിസ്മസ് വെക്കേഷന് ശേഷം നമ്മളിന്ന് ക്ലാസ്സിൽ പോവുകയാണ്. കുറച്ച് ദിവസത്തെ ലീവിന് ശേഷം പോകണോണ്ട് തന്നെ വലിയ മൂടൊന്നുമില്ല ക്ലാസ്സിൽ പോകാനായിട്ട്. ഇതെൻ്റെ ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് സെമിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഷോർട്ട് സെമ്മാണ്. അതിൻ്റെ ഇടയിലായിരിക്കും ഞങ്ങളുടെ എക്സാമുകളും പിന്നെ ഒരുപാട് പരിപാടികളും ഈ സെമ്മിലായിരിക്കും. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇനി അഥവാ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടോണേഷൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ക്ലാസ്സിൽ പോകാൻ എത്ര മടിയുണ്ടെങ്കിലും നമ്മൾ പോയേ പറ്റും. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഈ ഫേസിലും കഴുത്തിലും ഒക്കെ ഓരോ കുരു വന്ന് പോയ പാടുകൾ കണ്ടില്ലേ? ഇതെനിക്ക് ഈ റീസെൻ്റായിട്ട് ചിക്കൻ ബോക്സ് വന്നു പോയതിൻ്റെയാണ്. അത് ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാൻ സ്റ്റോപ്പ് എത്തി കോളേജ് ബസ് വന്ന് കോളേജ് എത്തി. ഇനി ഞങ്ങൾക്ക് നോർമൽ ക്ലാസ് അല്ല, തമിഴ്നാട് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം നാൾ മുതലൻ പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സാണ് ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തമിഴ്നാട് എല്ലാ കോളേജിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പഠിക്കുന്നത് ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സാണ് ഞങ്ങൾക്ക് ഈ മൺഡേയും തേഴ്സ്ഡേയും ഒക്കെ. പിന്നെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞ് ബസ്സിൽ ബാഗ് വെക്കാൻ വേണ്ടി പോയി. ഞാൻ എന്നും പോണ ബസ്സല്ല കേട്ടോ, ഞങ്ങളുടെ ബസ് സർവീസിന് കൊടുത്തിരിക്കുക. അപ്പൊ അതിന് പകരമായിട്ട് വന്നതാ. ഇങ്ങനെ ഒരാളെ എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവില്ലേ? കോള് വന്നു കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെയും പരിസരവും മറന്നു നടക്കുന്ന ഒരാള്, അങ്ങനെ ഒരാളാണ് അവള്. ഇതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മണ്ടത്തരം ചെയ്ത് അതാലോചിച്ചിരിക്കുക ഞങ്ങള്. അപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങൾ ലാബിലെത്തി. പുറത്ത് പേരും വെയിലാണ്, പക്ഷെ ലാബിലാണെങ്കിലോ AC ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാഗ് വെച്ചിട്ട് ഞങ്ങൾ നേരെ ലാബിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാം വന്ന് നോട്ട് തന്ന്. ഇത് പിന്നെ എൻ്റെ 3-in-1 നോട്ടാണ്. 3 തിയറി പേപ്പറാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ അതെല്ലാം കൂടെ ഒരു നോട്ടിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കോളേജിലൊക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെ തന്നെ. പക്ഷെ ലാസ്റ്റ് എക്സാം ആയി കഴിഞ്ഞാലാണ് ഇതിന്റെയൊക്കെ പ്രശ്നം നമ്മൾ അപ്പോഴാണ് അറിയുക. എല്ലാം കൂടെ ഒരു നോട്ടിൽ എഴുതുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെ എവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയില്ല. പിന്നെ ലാസ്റ്റ് മാം അയച്ചുതന്നെ PDF നോക്കി പഠിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എങ്ങനെയൊക്കെ ആയാലും പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പാസ്സാവാറൊക്കെ ഉണ്ട്. നമ്മൾ ബസ് ഇറങ്ങി ഈ ഒരു ഗുവന്റെ ജ്യൂസും ഒരു മഞ്ചും പിന്നെ ഒരു മൈസൂർ പാവും മേടിച്ച് കഴിച്ച്. അപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് എന്നും ലിഫ്റ്റ് തരുന്ന എൻ്റെ അപ്പാപ്പൻ എത്തി. ആള് കുറച്ച് ബെല്ലും ബ്രേക്കും ഇല്ലാതൊക്കെ തന്നെ ഓടിക്കുക. പക്ഷെ എവിടെയും കൊണ്ട് മറിച്ചിടില്ല എന്നുള്ള ധൈര്യത്തിൽ ഞാൻ പുറകെ കയറിയിരിക്കും. ഇന്ന് ലിഫ്റ്റ് തരുന്ന അപ്പാപ്പനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ അല്ലേ? അപ്പാപ്പൻ പിന്നെ പകുതി വഴി വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ നടന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട്. പിന്നെ എന്നത്തെയും പോലെ വീടെത്തിക്കഴിഞ്ഞാൽ ഇവന്റെ ഓരോ പ്രഹസനങ്ങൾ നമ്മൾ സഹിക്കണം. ഇവനാണെങ്കിൽ കൈ കടിക്കും, മേത്തു കൂടെ കയറും, മുഖം നക്കൊക്കെയാണ്. ഒരു വെകിളി പിടിച്ച ചെക്കനാണ് ഇവൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സ്ട്രെസ് കൊണ്ടാ വീട്ടിലോട്ട് വരുന്നെന്നുണ്ടെങ്കിലും ഇവനെ കണ്ട് ഇവന്റെ കൂടെ കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞാൽ അതല്ലേ എനിക്ക് മാറും. ഇതൊക്കെ എല്ലാ പെറ്റ് പാരന്റിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാനിരുന്ന് ഇവൻ പിന്നെ ബദാം കിട്ടാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഓക്കെ ബൈ.